ചെറിയുള്ളിയെല്ലാം റെഡിയായ വെളുത്തുള്ളി ചെറിയുള്ളി ഇഞ്ചി എല്ലാം റെഡി ആയിട്ടുണ്ട്. നീ കഴുകിയിട്ടേ കുറെ സമയം അതിനുള്ളിൽ കഴുകുമ്പോ കുറച്ച് വിനാഗിരി വെച്ചോട്ടെ അതിന്, എന്നാലും ആ സ്മെല്ലങ്ങ് മാറി കിട്ടും. അല്ല ഇത് കഴുകിയൊന്നും വേണ്ടേ? നിങ്ങൾ കുറെ സമയം ഉള്ളി അരിയുന്നു. ഞാൻ വിനാഗിരി എല്ലാം ഒഴിച്ചിട്ട് നല്ല വൃത്തി കഴുകി വെച്ചിട്ടുണ്ട്. നിങ്ങ ഒന്ന് അച്ഛൻ്റെ അടുത്തപ്പോ കുറച്ച് കുരുമുളക് പൊണിക്കുക, ഒന്ന് പൊടിച്ചോ കുറച്ച്. ഇനി അതും വേണോ? ഒരു കാര്യം ചെയ്താൽ മതി, നീ എന്നൊക്കെ പോയാൽ മതി കേട്ടോ. കുരുമുളക് പൊടിക്കാനല്ലേ? അത് ഞാൻ പൊടിച്ചാൽ ശരിയാവൂല, തരി തരിയായി പൊടിക്കണ്ടേ. നീ എന്നെ വേഗം പോയി പൊടിച്ചിട്ട് വാ. അപ്പൊ ഞാൻ ഇതെല്ലാം കഴുകി വെക്കാം. എന്നാ പിന്നെ ഞാൻ വേഗം പോയിട്ട് പൊടിച്ചിട്ട് വരട്ടെ. പൂച്ചൊന്നും തിന്നേക്കല്ലേ ഇത്. ഇതെല്ലാം കളിക്കുന്നുണ്ട്. നല്ല വൃത്തി കഴുകി വെച്ചിട്ടുണ്ട്. ഞാൻ ചെറിയ കുഞ്ഞൊന്നല്ലേ, നീ പോയൊരിക്കൽ പൂച്ചിനായി വരുന്നുണ്ടോ ഞാൻ നോക്കിക്കൂടാ. ഞാൻ പോയിട്ട് പോ, മഴ വരുന്ന. എന്നാ പിന്നെ ഞാൻ വേഗം പോയിട്ട് വാങ്ങിട്ട് പൊടിച്ചിട്ട് വരട്ടെ. അച്ഛനമ്മ ഇപ്പൊ ചോറ് കഴിക്കാനായി, 12:30 വാങ്ങും കൊടുക്കലായി. എന്നാ അച്ഛനമ്മ ചെയ്യുന്നു നോക്കട്ടെ. രാവിലെ പോയതാ. അച്ഛാ ഏച്ചോ അച്ഛാ എന്നാ വൃത്തിയാക്കിയെന്ന് വഴുത് നോക്കണം. അമ്മ കുളിച്ചോ? അമ്മ കുളിച്ചാൽ സുന്ദരി പെണ്ണായി അല്ലേ? കഞ്ഞിക്കറിയല്ലേ? എടുത്ത് പോയില്ലേ? 2 മണി കുരുമുളകോട്ടുമേ ചിക്കൻ പാഴ്സ് വലിച്ചിട്ടുണ്ട്. അച്ഛനെത്തൂലല്ലേ? എന്നാ ഞാൻ എടുക്കാം. അച്ഛൻ ചോറ് കഴിക്കല്ലേ? ഞാൻ വേഗം ആക്കിട്ട് വെച്ചേട്ടാ. വേഗം ആക്കിട്ട് വെച്ചേ. ഞാനിത് അമ്മീമെന്ന് പൊടിച്ചോളും കേട്ടാ. മിക്സിന്ന് വേണ്ട, അമ്മീമെന്ന് പൊടിച്ചോളൂ. അതാകുമ്പോ കുറച്ച് തരി തരി കിട്ടും. 2 പൂച്ച വന്നിട്ടുണ്ടല്ലോ, 2ഉം കരയുന്ന. ഹലോ ഓ ഇനക്കുരുവികളാന്ന് തോന്നുന്നു. ഒരാളവിടെ ഉള്ളി കഴുകിക്കൊണ്ടു. എന്നാൽ ആ ഉള്ളിന്റെ ചൂളി ഒന്ന് അങ്ങോട്ട് വാരിച്ചാടിക്കൂടെ? ഉച്ചക്കെന്തെല്ലാം വേണ്ടി അത് കാണിച്ചു നോക്കിയും വേണം. അടവച്ചതും കണ്ടിട്ട്. അപ്പൊ തീ നല്ല വൃത്തി കത്തിയിട്ടുണ്ട്. നമ്മളെ റബ്ബറിന്റെ വിറകാണ്. ചട്ടി വെച്ച് കൊടുക്കട്ടെ. നല്ല മഴ പിടിച്ചിട്ടുണ്ട്, ഇടിമഴയും വരുന്നുണ്ട്. ചൂടായി വരുന്നു. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ചേർക്കുന്ന ചേരുവയാണ് ഇതെല്ലാം. ചെറിയുള്ളിയാണ് പ്രധാനപ്പെട്ടത്. ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചതേ. 2 പച്ചമുളക് കീറിയത്, 2 കറിവേപ്പില, കുറച്ച് മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, കുരുമുളക് പൊടി, പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നത്. നമ്മളെ കഴുകി വെച്ച പാർട്സ് അപ്പോൾ നമ്മൾ മസാലയെ പിടിച്ചിട്ടുണ്ട്. നമ്മൾ കാറ്റടിക്കാണ്ടിരുന്നാൽ മതി. അത് എത്ര വേണമെങ്കിലും.
കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നാൽ പിന്നെ ഞാൻ അച്ഛനമ്മക്ക് കൊടുക്കൊട്ടിച്ചേർത്തെ. അച്ഛാ ആ കുറച്ച് വൈകിയല്ല, വൈകിപ്പോയി. കത്തുന്നില്ല, ഇടക്കല്ലിൽ ഇങ്ങനെ കെട്ടുപോണില്ലേ. എത്ര മതിയാ? ചെറുപയറാണ് ഇത് നമ്മുടെ സ്പെഷ്യലേ. ചിക്കൻ പാർട്സ് ആണ് കേട്ടോ. അച്ഛാ രസമുണ്ട് അച്ഛാ. അച്ഛന് ഇഷ്ടപ്പെട്ടിരുന്നല്ലേ. അമ്മ കുറച്ച് വലിയ പാത്രത്തിലാക്കാണ് അല്ലേ ചോറ്. അമ്മക്ക് ഇഷ്ടമായിന കുരുമുളക് മാത്രമേ ഇട്ടിട്ട് വെച്ചാൽ. ഇങ്ങനത്തെ പാത്രത്തിലാകുമ്പോണ്ടല്ലോ വാരുമ്പം താലൂലേ, കുറച്ച് വലിയ പാത്രം വേണം. അപ്പൊ അമ്മ ഇത് തമര ചപ്പടത്തിനുമുണ്ട്. എന്നാ പിന്നെ വരാ ഒരു ചാറ്റ കൊടുത്തേ. ചാറ്റ എന്നാ പിന്നെ നമ്മി ചോറ് വയ്ക്കലേ കേട്ടാ. അച്ഛനമ്മക്ക് നമ്മള് പാർസലും കൊണ്ട് കൊടുത്തിട്ട് വന്നു. നമുക്ക് വിശക്കുന്നുണ്ട്. നമ്മി കഴിക്കട്ടെ. നമ്മളെ കുരുമുളക് വറത്തിയെടുത്ത നമ്മുടെ ചിക്കൻ പാർട്സ് അല്ലേ. അപ്പോൾ ഇന്നത്തെ കറി എന്ന് പറഞ്ഞാൽ നമ്മുടെ തമരയല്ല, ഇത് തറവാട്ടെന്ന് കൊണ്ടുതന്നെയാണ്. അപ്പോൾ ഇത് ഇന്നലത്തെ പുളിശ്ശേരി അല്ലേ, ഇന്നലത്തെ പുളിശ്ശേരിയാണ്. അപ്പോൾ നമ്മുടെ സ്പെഷ്യലി പാർട്സ്, അതുപോലെ തന്നെ ഇതും ഇന്നലത്തെ കറിയാണ് കേട്ടോ. ഇന്നലത്തെ കറി അച്ഛനമ്മയും കഴിക്കൂല, അത് ഇന്നലെ കൊടുത്തതാണ്. അതുകൊണ്ട് അവർക്ക് ഇന്ന് ഇത് കൊടുത്തിട്ട് ഇന്ന് അവർ കഴിക്കൂല. അപ്പോൾ ആദ്യം അത് തന്നെ കഴിക്കട്ടെ. അത് ഇന്നത്തെ സ്പെഷ്യലി ചിക്കൻ പാർട്സ് ടേസ്റ്റ് ചെയ്തിട്ടില്ല. അത് തന്നെ ഇതാ ഇതുണ്ട് അല്ല തന്നെ. ചെറിയുള്ളിയും കുരുമുളകും ചെറിയുള്ളി ഇട്ടാക്കി കഴിഞ്ഞാൽ നല്ല പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അല്ലേ. എന്നാൽ പിന്നെ ഞാനും കഴിക്കട്ടെ. ആദ്യം നമ്മുടെ ചിക്കൻ പാർട്സ് തന്നെ തുടങ്ങാം. ചോറിലൊന്ന് കുഴക്കാം. സംഭവം പൊളി.
നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് കാട്ടുചേനത്തുണ്ടാവും കേട്ടാ ഇന്നലാക്കിയത്. പുളിശ്ശേരി ശരിക്കും പറഞ്ഞാൽ ഇന്നത്തൊക്കെ ടേസ്റ്റ് കേട്ടോ. തമരയില ഇന്നത്തെ മീൻകറി ചാറും പിന്നെ പുളിശ്ശേരി. എന്നാൽ പിന്നെ ആസ്വദിച്ച് കഴിക്കട്ടോ. ഓക്കെ.